അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് സൗദി അറേബ്യയിൽ അൽ ബദർ എന്ന സ്ഥലത്താണുള്ളത്. ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ ആചാരങ്ങളെ കുറിച്ചിട്ടും സൗദി അറേബ്യയിലുള്ള വ്യത്യാസമാണ് ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ് നമ്മുടെ മുസ്ലിം സമുദായം. അതിലുപരി ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഖബർ വ്യവസായം എന്നുള്ള മേഖല. അപ്പൊ നമ്മുടെ ഇസ്ലാമിയിൽ ഖബർ കെട്ടിപ്പൊന്തിക്കുന്നതും ഖബറിൽ പോയിട്ട് ആരാധിക്കുന്നതും അവിടെ കൊണ്ടുപോയിട്ട് ഫണ്ട് പൈസ നമ്മൾ കൊടുക്കുന്നതൊക്കെ ഇസ്ലാമിൽ പുണ്യമുള്ള കാര്യമാണെങ്കിൽ അത് ആരുടെ ഖബറായിരിക്കണം ഏറ്റവും കൂടുതൽ നമ്മൾ കെട്ടിപ്പൊന്തിക്കേണ്ടത്? സഹാബാക്കളത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? നമ്മുടെ നാട്ടില് അണ്ടനും അടങ്ങോടനും മരിച്ചിട്ട് അവന്റെ കബറുകൾ കെട്ടിപ്പൊന്തിച്ചിട്ട് സമൂഹത്തിൽ ഏറെക്കുറെ ദുരാചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഞാൻ നിങ്ങൾക്കിപ്പോ കാണിച്ചു തരാം എന്താണ് ഇവിടെ സൗദി അറേബ്യയിൽ ബദർ എന്ന സ്ഥലം എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഇവിടെ എങ്ങനെയൊക്കെയാണ് ഉള്ളത് ഖബർ എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഇതാണ് അൽ ബദർ പറഞ്ഞ സ്ഥലം. ഇതാണ് ഇവിടെയാണ് യുദ്ധം നടന്ന സ്ഥലം. അപ്പൊ ഇവിടെ വഫാത്തായ ഷഹീദായ നമ്മുടെ സഹാബാക്കളുടെ പേരുകളാണ് ഈ ബോർഡിലുള്ളത്. ഇതാണ് സഹാബാക്കളുടെ പേരുകൾ. അപ്പൊ ഖബറുകൾ കെട്ടിപ്പൊന്തിക്കാൻ അർഹത ഉണ്ടെങ്കിൽ നമ്മൾ ആരുടെ ഖബർ കെട്ടിപ്പൊന്തിച്ചിരിക്കണം? ഇവരുടെ ഖബർ കെട്ടിപ്പൊന്തിച്ചിരിക്കണം. ഇവിടെ പൈസ പെട്ടി വെച്ചിരിക്കണം അല്ലേ? അപ്പോ ഈ കാണുന്ന ഏരിയയാണ് നമ്മുടെ ഖബർസ്ഥാൻ. അപ്പൊ ഇതിനകത്താണ് നമ്മളെല്ലാം സ്നേഹിക്കുന്ന നമ്മുടെ സഹാബാക്കൾ ഖബർസ്ഥാനുള്ളത്, ഖബർ അടക്കിയിരിക്കുന്നത്. അപ്പൊ അതിനുള്ളിലത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചത്. ഇവിടെ അങ്ങനെ എത്തി നോക്കാനൊന്നും പറ്റൂല, കാരണം ഇവിടെ പോലീസ് കണ്ടാൽ അല്ലെങ്കിൽ സുഹൃത്ത് കണ്ടാൽ വലിയ പ്രശ്നമാണ്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഒരു മുസ്ലിം എന്നുള്ള ഒരു ദൗത്യം എനിക്കുള്ളത് കൊണ്ട് കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും ഞാൻ ഈ മദ്യയിൽ കയറിയിട്ട് കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹ്. സഹോദരന്മാരെ കണ്ടോളൂ, ഇതാണ് ഖബർസ്ഥാൻ. ഇതാണ് സൗദി അറേബ്യയിലെ ഖബർസ്ഥാൻ. ആ കാണുന്ന ഏരിയയിലാണ് സഹാബാക്കളുടെ ഖബർ അടക്കിയിരിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഒരു ഖബർ കെട്ടിപ്പൊന്തിയതായിട്ട് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ കഴിയൂല സഹോദരന്മാരെ. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ടോ നിങ്ങള്? കാണില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇതിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കാണുന്ന ആ കമ്പി കാണില്ല, കമ്പിന്റെ ഇടയിലുള്ള ഭാഗത്താണ് സഹാബാക്കളെ. അവിടെ ഒരുപാട് ഖബറുകളുണ്ട്. ഇതിൽ ആരാണ് ഏതാണ് എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല, നമുക്കറിയില്ല. അപ്പോ സഹോദരന്മാരെ, ഇതിന് നമ്മളൊരു കാര്യം മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. നമ്മുടെ ദീനിനെ വികൃതവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമൂഹം, മുസ്ലിയാക്കന്മാർ. അപ്പോ ഇവിടെയാണ് വേറൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ നാട്ടില് 17 രാവിന് പോത്തിറക്കലുണ്ട്. അപ്പോ നിങ്ങൾക്ക് സൗദി അറേബ്യയെ കുറിച്ച് അറിയാലോ. സൗദി അറേബ്യയിലേക്ക് അവർ അറക്കാൻ നിൽക്കാന്ന് പറഞ്ഞു ഒട്ടകത്തിന് അവർ നിന്ന നിപ്പിൽ പൊരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചോളം ഒരു പോത്തിനെ ഇറക്കാന്നുള്ള പറഞ്ഞാൽ വലിയ പണിയൊന്നുള്ള കാര്യമില്ല. അപ്പോ ഇവരെങ്ങാനും പോത്തിറക്കാൻ നിൽക്കണമെങ്കിൽ ആലോചിച്ച് നോക്കി നിങ്ങൾ എത്രങ്ങാനും പോത്തിറക്കേണ്ടി വരും. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള ആചാരങ്ങളൊന്നും ഇല്ല. ഇവിടെ ഒരു പൈസപ്പെട്ടി ഉണ്ടാവില്ല, ഇവിടെ ഒന്നും കാണാനും കഴിയില്ല നിങ്ങൾക്ക്. പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? അപ്പൊ നിങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിനെ രക്ഷപ്പെടുത്തുക, ഇങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സമൂഹത്തിനെ രക്ഷപ്പെടുത്തുക. പിന്നെ മുസ്ലിയാക്കന്മാരുടെ ചൂഷണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക. അപ്പൊ ഭയങ്കര ചൂടാണ്. അപ്പൊ പഠിത്തമൊക്കെ ഹയറാക്കട്ടെ അങ്ങനെയുള്ള ഷറിൽ നിന്നൊക്കെ നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഹയാത്തിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ബൈദിനില്ല ഞാൻ റമദാന് 17 രാവിലെ ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് കാണിച്ചു തരും. ഇപ്പൊ കാണുന്ന എന്താണോ അതേ തന്നെ ഉണ്ടാവുള്ളൂ സഹോദരന്മാരെ. ഈ 17 രാവിലെ നമ്മുടെ ഈ ബദറിൽ ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലാണ് 333 പോത്തിറക്കലും 33 പോത്തിറക്കലും ആടിറക്കലും മുട്ടയിറക്കലൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയുള്ള ദുരാചാരങ്ങളൊന്നുമില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, കുല്ല ബിദ്അത്തുൻ ദലാല വകുല്ല ദലാലത്തുൻ ഫിന്നാർ. അപ്പൊ അങ്ങനെയുള്ള ഷർറിൽ നിന്നൊക്കെ നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ പടച്ച തമ്പുരാന്. അപ്പൊ അങ്ങനെയുള്ള ഷർറിൽ നിന്നൊക്കെ നമ്മൾ കഴിച്ചിടാൻ ശ്രമിക്കുക. ഞാനിപ്പോ ഈ വീഡിയോ വരാൻ കാരണം ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു മുസ്ലിം എന്നുള്ളതും അള്ളാഹിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും ഞാൻ ഈ സൗദി അറേബ്യയിൽ ഈ ഭാഗത്ത് ജോലി ചെയ്യണമുണ്ട്. ഇവിടെ നടക്കുന്നത് നമ്മൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ബാധ്യതയും കൂടിയാണ്. നമ്മുടെ ഉമ്മ അപ്പന്മാര് പെങ്ങന്മാര് എല്ലാവരും ഈ
ഷർറിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഇവിടുത്തെ സിറ്റുവേഷൻ കാണിച്ചു കൊടുക്കുക. ഇൻഷാ അള്ളാ ഇനി ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാ ഇതേമാതിരി എന്തെങ്കിലും കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക ഇൻഷാ അള്ളാ. ഇതിനില്ല إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما وآخر دعوانا إن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.